ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ A1 ലിറ്റിൽ ഗെയിമർ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് ഫ്രീ ഫയർ ആണ്. ഫ്രീ ഫയറിൽ നമ്മൾ കയറുന്നതേ ഉള്ളൂ ഗൈസ്. ബുയാ. ഓക്കെ ഗൈസ്, ഇതെല്ലാം എക്സ് അടിച്ച് കളയാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ അക്കൗണ്ട് ഞാൻ മറ്റേ 33 ലെവലുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞില്ല, ആ അക്കൗണ്ടാണിത്. ഓക്കെ, അക്കൗണ്ടിൽ വലിയ കളക്ഷൻസ് ഒന്നുമില്ല. സീസൺ മാറിയപ്പോൾ പിന്നെ ഞാൻ ഗോൾഡ് 2 ആയി, പിന്നെ പുഷ് ചെയ്ത് ആയതാണ്. പിന്നെ നമുക്ക് ലോൺ വോൾഫ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഇമോട്ട് ഇടാൻ. ഓക്കെ, ഡെസേർട്ട് ഈഗിളാണ് ഗൈസ്. ഞാനല്ല, അപ്പുറത്തെ ടീമിലുള്ള ആളാണ്. അപ്പം ഡെസേർട്ട് ഈഗിളാണ് ചൂസ് ചെയ്തിട്ടുള്ള. ഫസ്റ്റ് കളി നമ്മളൊന്ന് സിറ്റപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. ഈ എനിമി എങ്ങനെയുള്ളതാണെന്ന് അറിയണമല്ലോ. ദോ വരണം, മോളിൽ നിന്ന് ചാടി വരണം ഗൈസ്. വന്ന് സിറ്റപ്പ് ടീമപ്പായി ടീമപ്പായി ഇനിയിപ്പോൾ എന്നെ വല്ലതും വെടി വെച്ചോ. വെടി വയ്ക്കണ്. എന്നാലും ഗൈസ് നമ്മൾ തിരിച്ച് സിറ്റപ്പ് മാത്രമാണ് ഗൈസ് കാണിക്കുന്നത്. ഹീറോയ്ക്ക് കണ്ടാണ്. ഓക്കെ, നമ്മൾ സോണ് വന്നിട്ടുണ്ട്. ഇവൻ്റെ ഈ ഇമോട്ട് ഉണ്ട് ഗൈസ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചത്തിട്ടും അവന് പോയിൻ്റ് ഏറിയ. അത് അവൻ ഇമോട്ട് ഇട്ടുകൊണ്ടായിരിക്കും ഗൈസ് അവന് പോയിൻ്റ് ഏറിയത്. സോണി ഇട്ടുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയതിനെ റൗണ്ട്. പിന്നെ ഈ റൗണ്ട് ഞാൻ സിറ്റപ്പ് ചെയ്ത് കാണിക്കാം എന്നും പറഞ്ഞ് സിറ്റപ്പ് ചെയ്തപ്പോൾ അവൻ തിരിച്ച് ടീമായി. നമ്മൾ ഡെസേർട്ടിലുള്ള റൗണ്ടാണ്. പിന്നെ ഞാൻ ഇവിടെ കൂടെ പോയി. ഓക്കെ, ഇമോട്ട് ഇടാം ഗൈസ്. ഹീറോയ്ക്ക് ഇമോട്ടാണ് ഇടാറ്. എടാ സോണ് വന്നു വാ. സോണി കയറാം. എടാ അവനെ അടിച്ച് ഗൈസ്. ഈ നല്ല വിഷമമായി. ഞാൻ സോണിൻ്റെ അവിടെ കയറാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സോണ് വരട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോഴാണ് അവൻ വെടിവെച്ചത്. ഓക്കെ, നമ്മൾ ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഈ റൗണ്ട് ഞാൻ തന്നെ എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു വെടി പോലും കൊണ്ടില്ല. കൊള്ളണില്ല. ഇവ അതിനു മുമ്പ് തത്സുയേൻ്റെ സ്പീഡൊക്കെ ഉപയോഗിച്ച് പോകണു ഗൈസ്. എനിക്കിവനെ പിടിച്ചാൽ കിട്ടണില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഒരു വെടി കൊണ്ടത്. അപ്പോഴ് ഞാൻ സിറ്റ് ചെയ്ത് ചാടി അങ്ങനെയൊക്കെ ചെയ്ത് ഗൈസ്. അവൻ കംബാക്ക് അടിച്ചാലേ ഉള്ളൂ ഗൈസ്. കാരണം ഞാൻ ഒരു റൗണ്ട് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അവൻ താഴെ കൂടെ വരുമായിരിക്കും. അവനെ മണ്ടേ കാണാത്തോണ്ടാണ് ഞാൻ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഗണ്ണ് M828 ആണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ റൗണ്ട് വിജയിക്കുമോ ഇല്ലയോ? അതെവിടെ കിടന്ന് കറങ്ങുമ്പോൾ അവൻ മുകളിൽ കയറി. അവനെ അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവനെ അടിച്ചത്. ഒന്നാമത് M828. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അയൺ കേജിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഇമോട്ട് ഇടാൻ. ഞാൻ തന്നെ കാണുള്ളൂ എങ്കിലും ഞാൻ ഇമോട്ട് ഇടും.
ഓക്കെ, ഡബിൾ ഷോട്ട് ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. അവൻ്റെ അന്ത്യം ഗൈസ്. ഈ 4 കളിയും ഞാൻ തന്നെ എടുക്കും, കാരണം അത്രയും പ്രോ പ്ലെയറാണ് ഈ 2 ഗണ്ണ് കിട്ടിയ. ഓക്കെ, അവൻ്റെ സോണിയ. എടാ ഗൈസ്, അവൻ സോണിയ ഇട്ടാലും വേഗം ചാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫയർ ചെയ്തത്. അപ്പോഴത്തേക്കും അവൻ ചത്തുപോയി. പാവം. ഫസ്റ്റ് റൗണ്ട് എങ്ങനെയൊക്കെയോ അവൻ്റെ അടുത്ത് പോയി നിന്ന് അടിച്ചു. അവൻ്റെ അടുത്ത് പോയി നിന്ന് അടിച്ചു. എന്നിട്ട് മോളിൽ നിന്ന് അടിക്കാനുള്ളായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച്, നല്ല സ്വരുമയുള്ള എനിമീസ് ഒരുമിച്ച് ചാടി. ഓക്കെ, സാന്റിന്യൂസിനെ വെച്ചിട്ടാണ് നമ്മൾ ആ റൗണ്ട് എടുത്തത്. കാരണം ഞാൻ വെടിവെച്ചുകൊണ്ട് നിന്നപ്പോൾ സാന്റിന്യൂസിനെ അങ്ങോട്ടില്ല. അവൻ വെടിവെച്ചത് മറ്റേ സ്റ്റാച്ചുവിനായിരുന്നു. ഓക്കെ, നമ്മളാണ് ഗണ്ണ് യൂസ് ചെയ്യണം. നമ്മൾ UMP എടുത്തിട്ടുണ്ട്. UMP വുഡ് പെക്കർ ഡെസേർട്ട് ഈഗിൾ. ഓക്കെ, ഡെസേർട്ട് ഈഗിളുണ്ട്, വുഡ് പെക്കർ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റണ എല്ലാ ഗണ്ണിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അവൻ ജയിക്കണത് അവൻ്റെ സ്വപ്നത്തിലായിരിക്കും. റൗണ്ട് ആരെടുക്കും എന്നുള്ളതിലാണ്. കുത്തി പിടിച്ചോണ്ടാണ് ഗൈസ് പുറത്ത് വന്നത്. ഞാൻ അവനെ പിടിക്കാൻ കുത്തി പിടിച്ചോണ്ടിന്ന്. ഞാൻ ഈ ക്രാഫ്റ്റ് ലാൻഡൊക്കെ കളിച്ച് ഗൺ സ്കിൻ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ പിന്നടിക്കും കേട്ടോ. വെപ്പൺ റോയലിലെ ഏതെങ്കിലും സ്കിന്നല്ലോ വന്നാൽ ഞാൻ അപ്പോഴും അതിനെ സ്പിന്നടിച്ച് നോക്കും. ഈ വുഡ് പെക്കറിലാണ് അങ്ങനെ തുടങ്ങിയത്. അത്ര വരെ ഞാൻ ഗോൾഡ് കൊടുത്ത് സ്പിൻ ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു 10ൻ്റെ സ്പിന്നടിച്ചപ്പോൾ എനിക്ക് ഇതും കിട്ടി. ഓക്കെ, നല്ല ഡാമേജ് കൊടുത്തു കിട്ടാ. എന്നിട്ട് അവൻ തിരിച്ചു നല്ല ഡാമേജ് വന്നു. ഓക്കെ, നമ്മളങ്ങനെ റൗണ്ടൊക്കെ വിജയിച്ചു. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ.